ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ഹനായ. അപ്പോൾ എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാരെ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ പോവുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പോകുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമിച്ചൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട. ഞാൻ എപ്പോഴും പറയുമല്ലോ, എല്ലാ കാര്യത്തിനും ഒരു സൊല്യൂഷനുണ്ട്. നമ്മളെക്കൊണ്ട് ഒന്നും ഓവർകം ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ ഓവർകം ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൽഫ് ഡൗട്ട് ചെയ്തിരിക്കുകയൊന്നും വേണ്ട. എന്ത് പ്രശ്നമാണെങ്കിലും എവറിത്തിങ് ഇസ് ടെമ്പററി ആൻഡ് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളത് ഓവർകം ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 5 സിമ്പിൾ ടിപ്സ് ഫോർ ബിഗിനിങ് ടീച്ചേഴ്സ് എന്നുള്ളതാണ്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള 5 ടിപ്സാണ്. അപ്പോൾ എനിക്ക് റീസെൻ്റ് ആയിട്ടൊരു മെസ്സേജ് വന്നു, ടീച്ചിങ് ജോബ് കിട്ടി, പക്ഷേ എനിക്ക് ഹയർ ഗ്രേഡ്സ് ആണ് കിട്ടിയത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്തിരി കോൺഫിഡൻസ് കുറവുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്താണ്, അപ്പം നമുക്ക് അങ്ങനെ ഒരു എൻക്വയറി വരുമ്പോഴേക്കും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് വെച്ചും UAE എനിക്കുണ്ടായ എക്സ്പീരിയൻസസ് ഒക്കെ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലാൻ യുവർ ലെസൺസ് വെൽ എന്നുള്ളതാണ്. അതായത് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഹയർ ഗ്രേഡ്സിലൊക്കെ പോകുമ്പോൾ ഒരു 8, 9, 10, 11, 12 എന്നൊക്കെ പറയുന്നത് ഹയർ ഗ്രേഡ്സ് ആണ്. ഓക്കെ, ഈ ഹയർ ഗ്രേഡ്സിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പകച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്രായക്കാരാണ് അവരെന്ന് പറയുന്നത്. അവർക്ക് മനസ്സിലാവും, ദിസ് ടീച്ചർ ഇസ് നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് എന്നുള്ള കാര്യം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെ ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? പ്ലാൻ യുവർ ലെസൺസ് വെൽ ബിഫോർ. നിങ്ങളൊരു ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് പോകുന്നത്. സത്യം പറയാമല്ലോ, ഞാൻ ഇത്രയും വർഷം 10 ഇയേഴ്സോളം സ്കൂൾസിലൊക്കെ ഞാൻ മാറിയും തിരിഞ്ഞും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് പോലും ഞാൻ പ്രിപ്പയർ ചെയ്യാതെ എനിക്ക് കയറാനുള്ള കോൺഫിഡൻസ് അന്നുമില്ല, ഇന്നുമില്ല, ഇനിയും അതെനിക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് ഐ എം ടേക്കിംഗ് എ ക്ലാസ്. ഞാനിത് തലേന്ന് ഇതൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ച് എന്തൊക്കെ പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ വെച്ച് തന്നെയാണ് ഇപ്പോഴും ആക്ച്വലി പറയുന്നത്. ഇല്ലാതെ എനിക്കും ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് ഇല്ല കേട്ടോ. ഇത് ഒരു ക്ലാസ് എടുക്കുന്ന പോലെയാണല്ലോ. അപ്പോൾ എനിക്ക് അല്ലാതെ എന്തെങ്കിലും പെട്ടെന്ന് വായിത്തുന്നത് പറയാം എന്ന് ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്ക് അന്നുമില്ല, ഇന്നുമില്ല, ഇനിയും അതുണ്ടാകത്തില്ല കേട്ടോ. പ്രിപ്പയർ ചെയ്ത് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആണ്, നമുക്കറിയാം എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ള കാര്യം. ഇറ്റ് റിയലി മേക്സ് എ ഡിഫറൻസ്. അപ്പോൾ ഈ കോൺഫിഡൻസ് ഇല്ല എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ടാണ് എനിക്കൊരു മെസ്സേജസ് ഒക്കെ വന്നിരുന്നു. ഹയർ ഗ്രേഡ്സ് ആണ്, അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ UAE എന്ന് പറഞ്ഞിരുന്നാൽ കുട്ടികളോട് വളരെ നമുക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഒരുപാട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭയങ്കര നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ആ കുട്ടികളെയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഒന്നും പറയാനോ ഒന്നും പറ്റത്തില്ല, നമുക്ക് വഴക്ക് പറയാനോ അങ്ങനെയൊന്നും ഒന്നും പറ്റത്തില്ല. വഴക്ക് പറഞ്ഞാൽ തന്നെ വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ലെസൺസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ പോവുക. അപ്പം നമ്മൾ കോൺഫിഡൻ്റ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ ലുക്ക് അറ്റ് അസ്. നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ഒരു അറ്റൻഷൻ ആ ഒരു നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലാൻ യുവർ ലെസൺസ് പ്രോപ്പർലി, പ്ലാൻ യുവർ ലെസൺസ് വെൽ ബിഫോർ യു ആർ മൂവിങ് ടു ദ ക്ലാസ്. അത് തലേനെ തന്നെ ഒന്ന്, പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ടൊരു സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് തലേനെ തന്നെ അതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. എന്ത് ഞാൻ നാളെ പെർഫോം ചെയ്യണം, എങ്ങനെ ഞാൻ നാളെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. സ്റ്റിൽ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ അതിൽ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പ്രസൻറ്റ് ചെയ്ത് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നോ യുവർ സ്റ്റുഡൻസ് വെൽ എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 8A ചെല്ലുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല, സെയിം കാറ്റഗറിയാണ് 8C ചെല്ലുമ്പോൾ. ഓക്കെ, 8A ചെല്ലുമ്പോൾ വളരെ നോയ്സി ആയിട്ടുള്ള കുട്ടികളായിരിക്കാം. അവിടെ നമുക്ക് കുറേ ടൈം എടുക്കേണ്ടി വരും പഠിപ്പിക്കാനായിട്ട്. പക്ഷേ 8C ചെല്ലുമ്പോൾ അങ്ങനെയേ അല്ല. കുട്ടികൾ വളരെ കോപ്പറേറ്റീവാണ്, സൈലൻ്റ് ആയിട്ടിരുന്നോളും. അങ്ങനെയുള്ള ക്ലാസ്സുകളാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാനും ഈസിയാണ്. അപ്പോൾ ഈ 8A ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നോയ്സി ആയിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോ ദാറ്റ് സ്റ്റുഡൻസ് വെൽ. അവരെ എന്ത് വർക്ക്സ് കൊടുത്ത് നമുക്ക് അറ്റൻഷൻ സീക്ക് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് വർക്ക്സ് ആണോ, പിയർ ടീച്ചിങ് ആണോ, സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അവർക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് കൊടുക്കുക, അവരെ കൂടുതൽ സമയം നമ്മളിലേക്ക് ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ പോയിന്റ് കഴിഞ്ഞിട്ട് ഓരോ കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇങ്ങനെയൊക്കെ
പല നമ്മൾ ഡ്രാമയും മെയിൻറ്റെയിൻ ചെയ്താണ് ആക്ച്വലി ഒരു സ്കൂളിൽ പോകേണ്ടത്. പക്ഷെ നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 8th C എന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ കുട്ടികൾ വളരെ സോഫ്റ്റ് ആയിരിക്കും, വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും, നമ്മൾ പറയുന്ന പോയിന്റ്സ് ഒക്കെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. അവരോട് നമുക്ക് ഇത്രയും ഡ്രാമയുടെ ആവശ്യം വരില്ല. ഓക്കെ, സോ നോ ദ സ്റ്റുഡൻസ് വെൽ. ഇപ്പോൾ ചില സെയിം കാറ്റഗറി തന്നെയാണ്, ചില ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, പിന്നെ ചില ക്ലാസ്സുകളുണ്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ ഇരിക്കും, വി നോ എവറിത്തിങ് ദറ്റ് ടീച്ചർ ഡു നോ എനിത്തിങ് എന്നുള്ള ആറ്റിറ്റ്യൂഡിലിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സസ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ കുറച്ച് അഡീഷണൽ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പോകേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞത്, നോ യുവർ സ്റ്റുഡൻസ് വെൽ. ഓരോ ബാച്ചിനും ഓരോ സ്വഭാവമാണ്, സെയിം കാറ്റഗറി തന്നെയായിരിക്കും, പക്ഷേ ഓരോ സ്വഭാവമാണ് ഓരോ ബാച്ചിനും. അതനുസരിച്ച് നമ്മൾ മാറി മറിഞ്ഞ് നിൽക്കാനായിട്ട് പഠിക്കുക. അതെങ്ങനെ പഠിക്കാൻ പറ്റും? നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. എല്ലാത്തിൻ്റെയും ബേസ് അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പ്രിപ്പറേഷൻ ഇല്ലാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ആക്ച്വലി പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ, ബി പേഷ്യൻറ്റ് ആൻഡ് പോസിറ്റീവ് എന്നുള്ളതാണ്. ഇത് ഞാൻ പല വീഡിയോസിലും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള, അതായത് ഒരു 24, 26 ആ ഒരു ഏജ്, ആ ഒരു ഗ്രൂപ്പിനോടാണ് ഞാൻ പ്രത്യേകം ഇതെടുത്ത് പറയുന്നത്, ബി പേഷ്യൻറ്റ്. കാരണം ആ ഒരു പരുവത്തിലെ കുട്ടികൾക്ക് ഭയങ്കര ചോരത്തിളപ്പാണ്. അതായത് ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു 24, 25, 26, 27 എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ചോരത്തിളപ്പ് ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന ഒരു പ്രായമാണ് കേട്ടോ. ഒരു 30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളങ്ങ് തവിയും, കുറച്ചൊക്കെ മനസ്സിലാവും എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരും. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പ് വളരെ കുട്ടി ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരോടാണ് ഞാനിത് പറയുന്നത്, ബി പേഷ്യൻറ്റ് ആൻഡ് പോസിറ്റീവ്. കാരണം വി ആർ ഹാൻഡ്ലിങ് വിത്ത് ചിൽഡ്രൻ. ഓക്കെ, അവരൊരിക്കലും നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നത് വളരെ റെയറാണ്. അവരിങ്ങനെ കുരങ്ങന്മാരെ കൂട്ടി ചാടി നടക്കും. അത് 8th ആയാലും 9th ആയാലും 10th ആയാലും അപ് ടു ഒരു +1 +2 വരെയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അതാദ്യം മനസ്സിലാക്കുക കേട്ടോ. പിന്നെ പലപ്പോഴും നമ്മൾ ഇമോഷണലി ബേസ്റ്റ് ഔട്ട് ആവേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരും. കഴിവതും കൈവിട്ട് പോവാതെ നോക്കുക, കയ്യിൽ നിന്ന് പോവാതെ നോക്കുക കഴിവതും. ഓക്കെ, ഇനി ഇൻ കേസ് പോവുകയാണെന്നുണ്ടെങ്കിലും അത് ഒരു സോഫ്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞ് ഒതുക്കി നിർത്തുക ആ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ പേഷ്യൻ്റായിട്ടും നല്ല പോസിറ്റീവായിട്ടും വേണം നമ്മൾ പോവാനായിട്ട്. ഈ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നടപ്പതുള്ള കാര്യമല്ല എന്ന് എനിക്കും അറിയാം. പക്ഷേ എന്നിരുന്നാലും നമ്മളോട് തന്നെ ഒന്ന് പറയുക. എങ്ങനെ നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടൊക്കെ ഫീൽ ചെയ്യും, ദേഷ്യമൊക്കെ വരുമെന്നുണ്ടെങ്കിലും നമ്മളോട് തന്നെ ഒന്ന് പറയുക, കൺട്രോൾ യുവർ സെൽഫ് എന്നുള്ള കാര്യം ഒന്ന് പറയുക. അതാണ് ഞാൻ ഉദ്ദേശിച്ച പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ വളരെ ടോക്സിക് പോസിറ്റീവ്, കുട്ടികളല്ലേ അവർ ബഹളം വെക്കട്ടെ എന്നൊന്നും പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളും ചിലപ്പോൾ വേറെ ടെൻഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നല്ല ദേഷ്യമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോഴും നമ്മളോടൊന്ന് പറയുക, കൺട്രോൾ യുവർ സെൽഫ്, യു ആർ ഹാൻഡ്ലിങ് വിത്ത് ചിൽഡ്രൻ എന്നുള്ള കാര്യം ഒന്ന് പറയുക. എന്നിട്ട് സോഫ്റ്റായിട്ട് എന്താണ്, വാട്ട്സ് യുവർ കറൻറ്റ് പ്രോബ്ലം, വൈ ആർ യു മേക്കിംഗ് നോയ്സ്, വാട്ട്സ് യുവർ പ്രോബ്ലം നൗ എന്നൊക്കെ ചോദിച്ച് ഒന്ന് മയത്തിലാക്കി നിർത്താൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ, റിഫ്ലക്റ്റ് ആൻഡ് ഇംപ്രൂവ് ബൈ അവർ സെൽഫ് എന്നുള്ളതാണ്. വിച്ച് മീൻസ്, ഒന്നുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഗിവ് എ സെൽഫ് അസസ്മെൻറ്റ് ടു അവർ സെൽഫ്. നമ്മളൊരു സ്കൂളിൽ ജോയിൻ ചെയ്ത് ഒരാഴ്ച കൊണ്ട് നമുക്ക് എവിടെ നമ്മൾ ഇമ്പ്രൂവ് ആവണം എന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഒരു 2 to 3 months ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു അനാലിസിസ് നടത്താൻ പറ്റും. എവിടെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം, എവിടെയാണ് ഞാൻ മാറേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക്, എന്തൊക്കെ ഞാൻ അഡീഷണലായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കാര്യത്തെപ്പറ്റി നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സെൽഫ് അസസ്മെൻറ്റ് ഒരു ടീച്ചറിന് എപ്പോഴും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഇഫ് യു വിഷ് ടു സ്റ്റിക്ക് ഓൺ ടു എ ടീച്ചിങ് ഫീൽഡ്. ഓക്കെ, അത് പാഷൻ ഇല്ലാത്ത ഒരാൾക്ക് ടീച്ചിങ് ഫീൽഡിൽ കണ്ടിന്യൂസ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. അതൊരു റിയാലിറ്റിയാണ്. ഓക്കെ, പേഷ്യൻസും പാഷനും ഒക്കെ ആവശ്യമാണ് ഒരു ടീച്ചിങ് ഫീൽഡിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത്. ടീച്ചിങ് ഫീൽഡിൽ നിന്ന് മാത്രമല്ല, ഏതൊരു ഫീൽഡിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനോടുള്ള ഒരു താല്പര്യം ആവശ്യമാണ്. പിന്നെ ഗതികേട് കൊണ്ട് ചിലർ നിൽക്കാറുണ്ട്, പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി അത് ഒരു താല്പര്യത്തോടു കൂടി നിൽക്കുമ്പോഴാണ് അതിന് ഒരു സക്സസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ടീച്ചറാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ബിഗിനേഴ്സിനോടാണ് ഇതൊക്കെ ഈ പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ എവിടെ ഇമ്പ്രൂവ് ചെയ്യണം, എവിടെയാണ് എൻ്റെ പ്രോബ്ലം, എവിടെ ഞാൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം, എൻ്റെ പ്രൊനൗൺസിയേഷനാണോ പ്രശ്നം, അതോ ഞാൻ പഠിപ്പിക്കുന്നതിനാണോ പ്രശ്നം, എങ്ങനെ അത് മാറ്റാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യം നമ്മളൊരു സെൽഫ് അസസ്മെൻറ്റ് നടത്തി നോക്കുക. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുന്നതുകൊണ്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഒരു 2 to 3 months ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരു അസസ്മെൻറ്റ് നമുക്ക് നടത്താൻ പറ്റും.
അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോ കൊട്ടും അടിയും ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കാര്യം നമ്മൾ ചെയ്ത ശരിയല്ല, ഇവിടെ നമ്മൾ മാറ്റണം, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഒരു ഒരു സെൽഫ് അസസ്മെൻറ്റ് നമുക്ക് തന്നെ ആവശ്യമാണ് ഫോർ എ സക്സസ് ലാൻഡിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് എനിക്ക് മെയിനായിട്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിനോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ചോരത്തിളപ്പൊക്കെ ഉള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെസ്സേജൊക്കെ വരുമ്പോഴല്ലയോ ഞാനതൊക്കെ അറിയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക, എവ്രി ഗ്രേറ്റ് ടീച്ചർ അതാരാണെന്നുണ്ടെങ്കിലും വാസ് വൺസ് എ ബിഗിനർ. എവ്രി ഗ്രേറ്റ് ടീച്ചർ വാസ് വൺസ് എ ബിഗിനർ. ആരും എല്ലാം അറിഞ്ഞിരുന്നിട്ടല്ല വന്നത്, എല്ലാവരും ആദ്യം ഒരു തുടക്കക്കാരായിരുന്നു. ഓക്കെ, സോ എവ്രി ഗ്രേറ്റ് ടീച്ചർ വാസ് വൺസ് എ ബിഗിനർ. അതെപ്പോഴും മനസ്സിൽ വച്ചേക്കുക. അപ്പം നാളെ നിങ്ങളൊരു ഗ്രേറ്റ് ടീച്ചർ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് തുടക്കക്കാരാണ്, പക്ഷെ നാളെ നിങ്ങൾ ഒരു ഗ്രേറ്റ് ടീച്ചറായിട്ട് മാറും. എന്നോട് ഞാൻ ഗ്രേറ്റ് ടീച്ചറാണെന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഇല്ല. ഞാൻ ഇന്നും ഒരു ബിഗിനറാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്കിന്നും ഒരു ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യാതെ പോകാനായിട്ടുള്ള കോൺഫിഡൻസ് എനിക്ക് ഇന്നും വന്നിട്ടില്ല. എത്രയോ വർഷം നമ്മൾ എത്രയോ കുട്ടികളെ ഹാൻഡിൽ ചെയ്തേക്കുന്നു. ഓക്കെ, പക്ഷേ എന്നാലും എനിക്കിന്നും ഒരു കോണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാതെ ഒരു ക്ലാസ്സിൽ കയറാനുള്ള കോൺഫിഡൻസ് എനിക്ക് ഇന്നും വന്നിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഒരു ബിഗിനറാണ് എന്ന് വിശ്വസിക്കുന്നത്. പക്ഷേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കട്ട കോൺഫിഡൻ്റ് ആണ്, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പൂച്ച 4 കാലേ വീഴുന്ന പോലെ എങ്ങനെ പോയിരുന്നിരുന്നാലും 4 കാലേ വീണ് ഞാൻ അവിടെ നിൽക്കും. പക്ഷേ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതേ കൂട്ട് ഫ്ലോപ്പായി പോവടാ. അത് ഇന്നും അങ്ങനെയാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. ഞാൻ പ്രിപ്പയർ ചെയ്ത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാനിങ്ങനെ പോയിൻറ്റ്സ് ഒക്കെ എഴുതി ബുക്കിലൊക്കെ എഴുതിയൊക്കെ വെച്ചേക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നല്ല ഫ്രീ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്നതിനൊക്കെ ഒരു വലിയ താങ്ക് യു. ആൻഡ് ദോസ് ആർ വാച്ചിങ് മൈ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ഇത് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, പലപ്പോഴും ഞാനതൊക്കെ പറയാനങ്ങ് വിട്ടുപോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഫ്രം റനായ.